ഹായ് ഫ്രണ്ട്സ്, അചിന്ത്യ പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് രാവിലെ ഞാനേ ഏട്ടൻ നനയ്ക്കണത് കണ്ടപ്പോ വന്ന് വീഡിയോ എടുത്തു തുടങ്ങിയതാട്ടോ. രാവിലെ ഏട്ടൻ തന്നെയാണ് നനയ്ക്കുക. അപ്പൊ ചെടികൾക്കൊക്കെ നനച്ച് വെക്കുന്നത് കുറച്ചുകൂടി നല്ലത്. ഇപ്പൊ ഇത്തിരി കാറ്റും പിന്നെ ഇത്തിരി മഞ്ഞു പോലെയൊക്കെ ഉള്ള കാരണം ചെടികൾക്ക് വലിയ ക്ഷീണമൊന്നുമില്ല. എങ്കിലും നനച്ചു കൊടുക്കും രണ്ടു നേരവും. അല്ലെങ്കിൽ എല്ലാം കൂടി ഉണങ്ങി നിൽക്കും. നമ്മുടെ മുൻപിൽ തന്നെ കൺമുമ്പിൽ തന്നെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു വിഷമല്ലേ. ചെടികളെല്ലാം അങ്ങനെ എന്താ പറയാ, ഒരു കരിഞ്ഞ് വാടിയൊക്കെ നിൽക്കണ കാണുമ്പോൾ നമുക്കൊരു സങ്കടം അല്ലേ. എനിക്ക് സങ്കടമാണ് കേട്ടോ. അപ്പൊ എനിക്കും ചേട്ടനൊക്കെ സങ്കടമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് വെള്ളം ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നും നോക്കുന്നുമില്ല, നമ്മളിങ്ങനെ നനച്ചൊക്കെ കൊടുക്കും. പിന്നെ വെറ്റില ഇതൊക്കെ ഔഷധ സസ്യങ്ങളാണല്ലോ. വെറ്റില, ചെത്തി, മന്ദാരം ഇതൊക്കെ എല്ലാം. അപ്പൊ അത് നനയ്ക്കാതെ പറ്റില്ല നമുക്ക്. പിന്നെ ആവശ്യത്തിന് പൂജയ്ക്ക് എടുക്കാനായാലും എന്തിനായാലും നമുക്ക് ഇതൊക്കെ വേണം. അപ്പൊ അത് കാരണം നല്ല പോലെ അങ്ങ് നനച്ചു കൊടുക്കുമായിട്ട്. അപ്പൊ ഞാൻ പറയും കുറേശ്ശെ നനച്ചാൽ മതി കേട്ടോ എന്ന് പറയും. അപ്പൊ അല്ലെ ആഴ്ചയിൽ ആഴ്ചയിൽ 2 ദിവസമൊക്കെ നനയ്ക്കുള്ളൂ കേട്ടോ. ഈ ചെടികൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അധികം നന്നായി നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 ദിവസത്തേക്കൊന്നും നമുക്ക് നനയ്ക്കേണ്ടി വരാറില്ല. അപ്പൊ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നിൽക്കണം. അപ്പൊ എന്നോട് ഞങ്ങള് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഈ നല്ല കാറ്റും ഉണ്ട് കേട്ടോ ഇന്ന്. ഇപ്പൊ രണ്ടു ദിവസമായിട്ട് നല്ല കാറ്റും ഉണ്ട്. ആ കാരണം വലിയ ഉഷ്ണവുമില്ല, നമുക്ക് പുറത്തൊക്കെ ഇരിക്കാം. പക്ഷെ പുറത്ത് ഒരു ആവി പിടിക്കുന്ന പോലെ ഉണ്ട് ഇത്തിരി ചൂട് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ അവിടേക്കാണല്ലോ കിഴക്കുന്നുള്ള ചൂട് ഇങ്ങനെ വന്നു കയറുമ്പോ നമുക്ക് അത്ര സുഖമില്ല. ആ കാരണം ഞാനിപ്പോ മിക്കവാറും ഞങ്ങൾ ഇരിക്കലൊക്കെ ഇത്തിരി കുറവാണ് ഫ്രണ്ടിലേക്ക് വന്നിട്ട്. അത്രയും ഇത്തിരി ചൂടൊക്കെ ആയി തുടങ്ങിയല്ലോ. അപ്പൊ എല്ലാ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുക. ഇത് നിനക്ക് പ്ലാവിനല്ലാട്ടോ നനയ്ക്കുന്നത്, അതിന് ചുവട്ടില് കുറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ആള് നനച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാണ് പാവം. അങ്ങനെ ഏട്ടന്റെ ഓരോരോ കാര്യങ്ങള്. അപ്പൊ ഞാൻ പറഞ്ഞേ എനിക്ക് കറിക്ക് ഒന്നുമില്ല കേട്ടോ, ഉപ്പേരിക്ക് ഒന്നുമില്ല, കറി വെക്കാനുള്ളതുള്ളൂ, ഉപ്പേരികൾക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. ചക്കയാണെങ്കിൽ കഴിച്ചിട്ട് ഏട്ടന് ഇത്തിരി മതിയായ പോലെ. അപ്പൊ ചായക്ക് ഞാൻ വേഗം വെള്ളം കൊണ്ടുവച്ചിട്ട് അതിലേക്ക് പനം കൽക്കണ്ടം ഇട്ടുട്ടാ. അത് ഇനി അത് അവിടെ കിടന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും ഞാൻ അരി കഴുകി കുക്കറും അപ്പുറത്ത് വെച്ചു. പിന്നെ ചായ തിളച്ചു കഴിഞ്ഞാൽ പിന്നെ ചായ കുടിച്ചിട്ട് കഴിയുമ്പോഴാണ് ആൾക്കൊരു ഉഷാറ് കിട്ടുക ചേട്ടന്. അപ്പൊ വേഗം ചായയൊക്കെ തിളച്ചപ്പോ ഞാൻ അതിലേക്ക് കുറച്ച് ചായപ്പൊടി അങ്ങനെ വിതറി വേഗം എന്നിട്ട് ചായ ആക്കിയിട്ട് ഏട്ടന് കൊണ്ടുപോയി കൊടുത്തുട്ടാ. അപ്പം എന്താ പറയാ, എനിക്കാണെങ്കിൽ ഇഞ്ചി കഷ്ണം ആവശ്യമാണ്, ചേട്ടന് ഇഞ്ചി കഷ്ണത്തിന്റെ ആവശ്യമില്ല. ഇഞ്ചി ഏട്ടന് അതിലിട്ട് തിളപ്പിക്കുന്നത് മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പൊ എപ്പോഴും ചേട്ടന്റെ കയ്യിലേക്ക് ഇപ്പൊ ഒരെണ്ണം ഗുണ്ടും എന്ന് പറഞ്ഞിട്ട് വീണിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കുക്കർ വിസിലൊക്കെ വന്നു, അരിയുടെ വിസിലൊക്കെ വന്നപ്പോ അതൊക്കെ ഇറക്കി വെച്ച് ഏട്ടന്റെ അടുത്തേക്ക് ചെന്നപ്പോഴേക്ക് ഏട്ടൻ മുരിങ്ങയില പൊട്ടിച്ചു കൊണ്ടുവന്ന ചീരയുടെ വള്ളിച്ചീര ഉണ്ടായിരുന്നു, മുരിങ്ങയില ഉണ്ടായിരുന്നു, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കറി വെച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു വേഗം ഏട്ടന്റെ കൂടെ ഇരുന്ന് അതൊക്കെ ഒന്ന് വേഗം ഒന്ന് നന്നാക്കി എടുക്കാലോ എന്ന് വിചാരിച്ചു. പിന്നെ ചീര ആയതുകൊണ്ട് പിന്നെ പെട്ടെന്ന് വേവായികയില്ല. പക്ഷെ വള്ളിച്ചീര ആയതുകൊണ്ട് ഞാൻ എന്തായാലും കുക്കറിലാണ് വേവിക്കാന്ന് തീരുമാനിച്ചു. അപ്പൊ എനിക്കൊരു പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി, ചക്കക്കുരും കൂടി ചേർക്കാം അതിലേക്ക് എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ചക്കക്കുരു എടുക്കാനുള്ള പോയതിന്റെ ഇടയിൽ വേഗം ചേട്ടൻ വേഗം ഇങ്ങനെ നന്നാക്കി എനിക്ക് തരുവാണ് കേട്ടോ. അപ്പൊ ഞാനും കൂടി വന്നിരുന്ന് നമുക്കെന്ന് വെച്ചാൽ ഇനി ചക്കക്കുരും കൂടി നന്നാക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു 5-10 ചക്കക്കുരു എടുത്തിട്ട് നന്നാക്കാനായിട്ട് ആരംഭിച്ചു. പിന്നെ അപ്പോഴേക്കും അതൊക്കെ കറിയൊക്കെ റെഡിയാക്കല്ലേ വേണ്ടു. അപ്പം പിന്നെ ഇത് കുക്കറിൽ ഒരു 3 വിസില ഞാൻ ഇട്ടു. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ, അപ്പൊ വേഗം എന്ത് റെഡി ആയിട്ട് കിട്ടുമല്ലോ എന്നുള്ള ഒരു സമാധാനത്തിലാണ്. അപ്പോഴേക്കും 8 മണിക്ക് ആയിട്ടോ. 8:30 ആകുമ്പോ ഏട്ടന് പോകണം. പിന്നെ ഏട്ടനുള്ള കഞ്ഞിയും പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ബ്രെഡും ഉണ്ട്, ദോശ വേണമെങ്കിൽ ദോശ, അതൊക്കെ റെഡിയായി കിട്ടും. അപ്പൊ അതൊക്കെ പെട്ടെന്ന് കഴിയൂട്ടോ ഇതിന്റെ ഇടയിലൊക്കെ. അപ്പൊ ഏട്ടൻ പറഞ്ഞു, അപ്പൊ ഞാൻ ചക്കക്കുരു നന്നാക്കണേന്റെ ചേട്ടൻ എന്നോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക, ചായ കുടിച്ചോണ്ടിരിക്കുക. അപ്പൊ പിന്നെ അപ്പോഴേക്കും പിന്നെ ഞാൻ വേഗം വന്ന് അത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കുക്കറിൽ ചക്കക്കുരും ഈ ചീരയൊക്കെ നന്നാക്കി ഇതൊക്കെ ഇട്ടിട്ട് ഒരു 3 വിസിലടിച്ചു. അതിനുശേഷം എന്താ ഉള്ളി അടപ്പത്ത് വെക്കി വെച്ചു. അപ്പൊ തലേദിവസത്തെ മീൻകറി ഒന്ന് ചൂടാക്കി വെക്കുക കേട്ടോ. ഞാൻ അപ്പുറത്ത് ചൂടാക്കാനുള്ളത് വെച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ അടുപ്പ് കത്തിച്ചിട്ട് നോക്കിയപ്പോ എന്താ പറയാ ഉള്ളി ഇട്ടിട്ട് വേഗം കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ച് കത്തിക്കാലോ ചെയ്യാലോ എന്ന് വിചാരിച്ചു. അപ്പൊ എന്ന് വെച്ചാൽ ഈ വള്ളിച്ചീരയ്ക്ക് ഒരു ഇതുണ്ട്, പെട്ടെന്ന് എനിക്ക് തോന്നുന്നു വള്ളിച്ചീര എനിക്ക് കുക്കറിൽ അടിച്ചിട്ടാണ് നമ്മൾ കഴിക്കുക. പരിപ്പ് കറിയൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എനിക്ക് ഒത്തിരി വേവ് കൂടുതലാണ് വള്ളിച്ചീരയ്ക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. സാമ്പാർ ചീര എന്താ ഞങ്ങളിവിടെ വള്ളിച്ചീര വേലിച്ചീര എന്നൊക്കെയാണ് പറയാ. എനിക്ക് അതിന് പ്രത്യേകിച്ച് എന്താ പേരെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ അതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് ഞാൻ വേഗം അതങ്ങ് മൂപ്പിച്ചെടുക്കാന്നുള്ള ഒരു ഇതായി. മൂപ്പിച്ച് കഴിഞ്ഞാൽ ഞാനേ ഉള്ളി മുളകും കാച്ചാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അതിനനുസരിച്ച് നമുക്ക് ഉള്ളി മുളകും എടുത്ത് കുത്തി കാച്ചലല്ല, ഉള്ളി മുളകും കാച്ചിയെടുക്കാം. അപ്പൊ കുത്തിക്കാച്ച എന്ന് പറയുമ്പോൾ മുളക് പൊടി എന്താ പറയാ കുത്തിപ്പൊടിച്ച മുളക് പൊടിയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ എല്ലാത്തിനും കുത്തിക്കാച്ച എന്ന് തന്നെയാണ് പറയാ. അപ്പം ഇത് മുളക് പൊടി ഇട്ടിട്ട് കാച്ചിയെടുക്കാം. കുത്തിക്കാച്ചെടുക്കാന്ന് ഒരു ഇതിൽ പറയെങ്കിലും ഇതില് മറ്റേ കുത്തിപ്പൊടിച്ച മുളക് ഇട്ടിട്ടാണ് നമ്മൾ കുത്തിക്കാച്ചെടുക്കാന്ന് പറയാം കേട്ടോ. അപ്പൊ അങ്ങനെ മുളക് പൊടി ഇട്ട് കാച്ചി നന്നായിട്ട് എടുത്തപ്പോ ചീര വെന്ത് ഇതായിട്ട് അപ്പൊ ഒരു പ്രത്യേക തരം ചീര ആയതുകൊണ്ട് വേവാത്ത സ്റ്റൈലിലാണല്ലോ അത് ഇങ്ങനെയൊക്കെ എടുക്കാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുക്കറിൽ വേവിച്ചങ്ങ് എടുത്തത് കേട്ടോ. അപ്പം അതിന്റെ കൂടെ ചക്കക്കുരു വെന്ത് കിട്ടിയില്ല. അപ്പൊ എല്ലാം കൂടി ആവുമ്പോ പെട്ടെന്ന് പണികൾ 8:15 ആവുമ്പോഴേക്കും എന്റെ എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. ഏട്ടന് ദോശ ഉണ്ടാക്കിയും കൊടുത്തു. അപ്പൊ അതെനിക്ക് എടുക്കാൻ പറ്റി. അതാ ഞാൻ പറഞ്ഞേ, കുക്കറൊക്കെ ദോശയും ഒരുമിച്ചാണ് ഞാൻ ഉണ്ടാക്കിയത്. കുക്കർ ഒരു അടപ്പത്ത് അങ്ങനെ അങ്ങനെ മാറ്റി വെച്ച്. പക്ഷെ അത് ഞാൻ എടുക്കാനായിട്ട് വിട്ടുപോയി. സാരില്ല. ഇതാണല്ലോ നമുക്ക് മെയിൻ ആയിട്ട് ചീര ഉപ്പേരി, ചീരയും ചക്കക്കുരു ഉപ്പേരിയാണല്ലോ നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ അതങ്ങ് റെഡിയാക്കി വെക്കാലോ എന്ന് വിചാരിച്ചു കേട്ടോ. നന്നായിട്ട് വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ വെന്ത് ഉടയൂല. അതായത് വേവ് കൂടിയത് ചീരയാണല്ലോ, വേലി ചീര. അപ്പൊ ചക്കക്കുരുവിന്റെ കൂടെയും പരിപ്പിന്റെ കൂടെയൊക്കെ കറി വെക്കാനായിട്ട് നല്ലതാണ്. കണ്ടോ, എനിക്ക് ഭയങ്കര കൊതിയാവാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആടോ, ഭയങ്കര ടേസ്റ്റാ. ഞാൻ കഴിച്ചു കേട്ടോ, നല്ല ടേസ്റ്റ്. നമുക്ക് ഒരുപാട് ചോറുണ്ണാനും ഒക്കെ ഇഷ്ടാവും. നമുക്ക് നല്ലതാണത്. ഇത് കഴിക്കുന്നതും അധികം നല്ലതാണ് കേട്ടോ. അപ്പൊ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാലേ നമ്മള് തണ്ട് ഇങ്ങനെ ഒടിച്ചൊടിച്ചാണ് എടുക്കുക. അപ്പൊ പിന്നെ കുറച്ചു നാള് കഴിഞ്ഞിട്ട് ഇത് വീണ്ടും തണ്ട് വളർന്നു വരുള്ളൂ. അപ്പൊ എന്നും നമുക്ക് ഇത് കഴിക്കാനൊന്നും കിട്ടത്തില്ല. നമുക്ക് അത് മാറ്റി മാറ്റി നമുക്ക് കുറച്ചു ദിവസം കഴിഞ്ഞിട്ടൊക്കെ നമുക്കത് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇത് അങ്ങനെ ചീരത്തോരനും പിന്നെ മീൻ കൂട്ടാനൊക്കെ ആയിട്ട്, ചീരുപ്പേരിയും മീൻ കൂട്ടാനൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ ഊണങ്ങ് കഴിക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ എന്റെ വിശേഷങ്ങളൊക്കെ. കണ്ടോ, ഇതെന്താ വെച്ചാലേ വറ്റിച്ചെടുക്കണ പരിപാടികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വെള്ളം അധികം വേണ്ട, ചീര നന്നായിട്ട് വെന്ത് കിട്ടും വേണം, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഒരുപാട് വെള്ളത്തോട് കൂടിയിട്ടൊന്നും നമുക്ക് വെക്കണ്ട. അപ്പൊ അങ്ങനെ ചേട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ചതാ. ഏട്ടൻ ഓഫീസിലേക്ക് പോവായി. ഏട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പരിപാടി അടിച്ചു വാരി തുടയ്ക്കല്, പാത്രം കഴുകല്, അങ്ങനെ 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 പോവും നമ്മളുടെ ഓരോരോ പരിപാടികളായിട്ട് ട്ടാ. അപ്പൊ ബൈ എല്ലാവർക്കും. അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ബൈ 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 ബൈ.